25 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിനെ വളച്ച് 20 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു സമചതുരമാക്കിയാൽ അതിൻ്റെ വിസ്തീർണം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു സ്ക്വയറിൻ്റെ ചിത്രം. അതിൻ്റെ എല്ലാ വശങ്ങളും ഈക്വലാണ് 25, 25, 25. അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് കാണുവാനായിട്ട് ഇവയെല്ലാം കൂട്ടിയാൽ മതി, നമുക്ക് 100 എന്ന് കിട്ടും. ഇനി ഇതിനെ ഒരു ചതുരമാക്കുമ്പോൾ അതിൻ്റെ ഒരു വശം 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്. അപ്പോൾ ഇത് 20 ആണെങ്കിൽ ഇതും 20 ആണ്. ഇത് നമ്മൾ എക്സ് എന്ന് എടുത്തു. അപ്പോൾ ഇവിടെ ഇത് എക്സ്, ഇത് എക്സുമാണ്. നമുക്കിനി കൂട്ടുക. ഈ 4 വശങ്ങളൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ 100 തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുക. അപ്പോൾ നമുക്ക് നോക്കാം. 20ഉം 20ഉം അത് 40 എക്സും എക്സും 2x ആണ്. 100 എന്ന് തന്നിട്ടുണ്ട്. 2x കാണുവാനായിട്ട് 100ൽ നിന്ന് 40 കുറച്ചാൽ മതി, നമുക്ക് 60 കിട്ടും. അപ്പോൾ 2x 60 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 60/2 ആയിരിക്കും. 30 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നീളം 30 എന്ന് കിട്ടി, വീതി 20 എന്ന് കിട്ടി. വിസ്തീർണം കാണുവാനായിട്ട് നീളം ഗുണം വീതിയാണ് 20 × 30, നമുക്ക് 600 എന്ന ആൻസർ കിട്ടും. ഓക്കേ.